Hi students, welcome to Learnino. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RCC എന്നുള്ള സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലേ, RCC അതായത് കോൺക്രീറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന കോൺക്രീറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ PSC ചോദിച്ചിട്ടുള്ള ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും ഇന്ന് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന എല്ലാ ടോപ്പിക്സും വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ്? സിമൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റർ, കോഴ്സ് അഗ്രിഗേറ്റർ, വാട്ടർ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ സിമൻറ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലൊക്കെ നമ്മൾ RCC അല്ലെങ്കിൽ ഡിസൈനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏത് കോഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഏതാണ്? IS 456/2000. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കോഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോഡ് പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സിമൻറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രേഡ്സ് ഓഫ് സിമൻറ്റ്. ഓക്കെ, അപ്പോൾ ഗ്രേഡ്സ് ഓഫ് സിമൻറ്റ് എങ്ങനെയാണ്? ആസ് പെർ IS 456/2000 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ M33 ഗ്രേഡ്, M43, M53 ഇതൊക്കെ പറയുന്ന സമയത്ത് ഈ 33, 43, 53 ഒക്കെ എന്താണ്? അതായത് സിമൻറ്റ് മോട്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് അല്ലേ. സിമൻറ്റ് മോട്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡേയിലുള്ള കംപ്രസീവ് സ്ട്രെങ്ത് ആണ്? 28th ഡേയിൽ നമുക്ക് കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ഈ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഈ M33, M43, M53 എന്നൊക്കെ വരുന്ന ഈ ഗ്രേഡിൽ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 28th ഡേ കിട്ടുന്ന സിമൻറ്റ് മോട്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മളൊരു സിമൻറ്റ് മോട്ടർ അല്ലെങ്കിൽ സിമൻറ്റ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഏതൊക്കെ ഡേയ്സിലാണ് മെഷർ ചെയ്യുക? 3 days, 7 days ആൻഡ് 28 days അല്ലേ. 3 days, 7 days ആൻഡ് 28 days. ഇത്രയും ഡേയ്സിലാണ് നമ്മൾ സിമൻറ്റ് മോട്ടർ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യാറ്. അപ്പോൾ 3 days നമുക്ക് കിട്ടേണ്ട സിമൻറ്റ് മോട്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1/3 സ്ട്രെങ്ത് ഓഫ് 28th day സ്ട്രെങ്ത് ആയിരിക്കണം അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് 3 days കിട്ടേണ്ട സ്ട്രെങ്ത് എത്രയായിരിക്കണം? 1/3 ഓഫ് സ്ട്രെങ്ത് ഓഫ് 28th day സ്ട്രെങ്ത് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ 7 days. 7 days നമുക്ക് കിട്ടേണ്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2/3 ഓഫ് 28th day സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ സിമെൻറ്റിലെ ഗ്രേഡ്സിൽ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 28th day നമുക്ക് കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത്ത്. ഓക്കെ, 28th day നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത്താണ് ഈ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സിമൻറ്റ് മോട്ടർ അല്ലെങ്കിൽ സിമൻറ്റ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുക 3ാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, അതുപോലെ തന്നെ 28ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ 3 days നമുക്ക് കിട്ടേണ്ട സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് 1/3 ഓഫ് സ്ട്രെങ്ത് ഓഫ് 28th day ആയിരിക്കണം. അതുപോലെ തന്നെ 7 days 2/3 ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ 28th day സ്ട്രെങ്ത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 2 യൂണിറ്റ് കൺവേർഷൻസ് എങ്ങനെയാണ് വരുന്നത്? 1 MPa എന്ന് പറയുന്നത് 1 Newton/mm² ആണ്. 1 MPa എന്ന് പറയുന്നത് 1 Newton/mm² ആണ്. ദെൻ 1 GPa എന്ന് പറയുന്നത് 10⁻³ MPa ആണ്. ഓക്കെ, 1 GPa എന്ന് പറയുന്നത് 10⁻³ MPa ആണ്. എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഗ്രേഡ് ഓഫ് സിമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്
ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫൈനസ് ഓഫ് സിമെൻറ്റും ഇൻക്രീസ് ആവും. ഓക്കെ, ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫൈനസ് ഓഫ് സിമെൻറ്റും ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ കോൺക്രീറ്റിൻ്റെ ഏർലി സ്ട്രെങ്ത് ഫോർമേഷനും ഇതിലൂടെ ഇൻക്രീസ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ശ്രിങ്കേജും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫൈനസ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഏർലി സ്ട്രെങ്ത് ഫോർമേഷനും ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ശ്രിങ്കേജും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ഈ ഫൈനസ് ഓഫ് സിമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫൈനസ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് 90 മൈക്രോൺ സീവ്. 90 മൈക്രോൺ സീവ് 90 ഓക്കെ 90 മൈക്രോൺ സീവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനസ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഡെൻസിറ്റി. ഓക്കെ, അത് ഈ കുറച്ച് വാല്യൂസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഡെൻസിറ്റി, വെയിറ്റ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ. അപ്പോൾ എന്താണ് ഡെൻസിറ്റി ഓഫ് RCC എത്രയാണ്? 25 kN/m³. ഡെൻസിറ്റി ഓഫ് PCC എത്രയാണ്? 24 kN/m³. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ 78.5 kN/m³. ഇനി ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് 14.4 kN/m³. ഡെൻസിറ്റി ഓഫ് ബ്രിക്ക് 18 to 20 kN/m³. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കേണ്ട ഡെൻസിറ്റി വാല്യൂസാണ്. എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി വെയിറ്റ് ഓഫ് സിമെൻറ്റ് ബാഗ്. എനിക്ക് നമ്മൾ സിമെൻറ്റ് ബാഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണ്? ഒരു സിമെൻറ്റ് ബാഗിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ്. ഓക്കെ, 50 kg ആണ്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 3.15 ആണ്. 3.15. അപ്പോൾ ഇത്രയും വാല്യൂസ്, ഇത്രയും ടോപ്പിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വാല്യൂസ് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഫൈൻ അഗ്രിഗേറ്റ്. അതിന് മുന്നായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഏതൊക്കെയാണ് മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഞാൻ എൻ്റെ പേരൊന്ന് പറയാം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, പോർട്ട്ലാൻഡ് പൊസാഡാന സിമെൻറ്റ്, ലോഹീറ്റ് സിമെൻറ്റ്, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്, ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. ഇപ്പം നിങ്ങൾ ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് എന്നാലും ഇൻഗ്രീഡിയൻസ് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അപ്പോൾ അതും വൃത്തിയായിട്ടൊന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ഫൈൻ അഗ്രിഗേറ്റ്. അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫൈൻ അഗ്രിഗേറ്റ്സിൻ്റെ മെയിൻ പർപ്പസ്. അതുപോലെ തന്നെ ആസ് പെർ IS കോഡ് മീഡിയം സാൻഡ് ഓഫ് സോൺ ഷോൾ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഓക്കെ, ആസ് പെർ IS കോഡ് മീഡിയം സാൻഡ് ഓഫ് സോൺ 2 ഷോൾ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഇംപാർട്ട് സ്ട്രെങ്ത്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ടു ഫിൽ ദ വോയിഡ്സ്, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ടു ഇംപാർട്ട് സ്ട്രെങ്ത്. അതുപോലെ തന്നെ ആസ് പെർ IS 456/2000 the maximum size of coarse aggregate shall be limited to 20 mm. Maximum size of coarse aggregate shall be limited to 20 mm. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് വാട്ടർ. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് പോർട്ടബിൾ വാട്ടർ ഷോൾ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്. അപ്പോൾ എന്താണ് pH ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6 ആയിരിക്കണം. ഓക്കെ, pH ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6 ആയിരിക്കണം. As water cement ratio increases, strength of concrete decreases. Okay, as water cement ratio increases, strength of concrete decreases. Okay. Okay, next on concrete. അപ്പോൾ as per IS 456 അതായത് കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്സ് എങ്ങനെയാണ്?
ഓർഡിനറി കോൺക്രീറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ഗ്രേഡ് അപ് ടു M20. M20 വരെയുള്ളത് നമ്മൾ പറയുന്നത് ഓർഡിനറി കോൺക്രീറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡിനറി കോൺക്രീറ്റിൻ്റെ കേസിൽ ഗ്രേഡ് അപ് ടു M20 ആണ് വരുന്നത്, M20 വരെയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്. ഈ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? M25 to M55 ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൽ M25 to M55 ആണ്. ഇനി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൽ വരുന്നത് M60 to M100 ആണ്. ഓക്കെ, M60 to M100 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ M20 എന്ന് പറയുന്നത് അതിൽ 20 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ക്യൂബ് അറ്റ് 28 days, മെഷേർഡ് അറ്റ് 28 days. അതായത് 28 ഡേയ്സിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺക്രീറ്റ് ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണിത്. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് ക്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര മെഷർമെൻറ്റിനെയാണ്? 15 x 15 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിനിമം 3 ക്യൂബ്സ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ക്ലാസ്സിലൊക്കെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോളേജിലെ ലാബിലൊക്കെ മിനിമം 3 നമ്പേഴ്സ് വേണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 3 ക്യൂബ്സ് നമുക്ക് വേണം അല്ലേ, കംപ്രസീവ് സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് കൺസ്ട്രക്ഷനിലാണ് ഈ കോൺക്രീറ്റ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. കോൺക്രീറ്റ് ഗ്രേഡ്സ്. ജനറൽ കൺസ്ട്രക്ഷൻ, അതായത് RCC ഫോർ ജനറൽ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ RCC ഫോർ വാട്ടർ ടാങ്ക്സ്. RCC ഫോർ ജനറൽ കൺസ്ട്രക്ഷൻ, RCC ഫോർ വാട്ടർ ടാങ്ക്സ്, അതേപോലെ തന്നെ ഇവയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് M20 ഗ്രേഡാണ്. ഓക്കെ, ജനറൽ കൺസ്ട്രക്ഷനും വാട്ടർ ടാങ്ക്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് M20 ആണ്. ഇനി RCC ഇൻ സീ വാട്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് M30 ആണ്. ഓക്കെ, സീ വാട്ടർ കൺസ്ട്രക്ഷൻ്റെ കേസിൽ M30 ആണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ, ഓക്കെ, പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ M40 ആണ് M40, M30 ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ജനറൽ കൺസ്ട്രക്ഷനും വാട്ടർ ടാങ്ക്സിൻ്റെ കേസിൽ M20 ആണ്, സീ വാട്ടർ കൺസ്ട്രക്ഷനിൽ M30 ആണ്, പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ M40 ആൻഡ് M30 ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി നമുക്കറിയാം സൈസ് ഓഫ് കോൺക്രീറ്റ് ക്യൂബ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സൈസ് ഓഫ് കോൺക്രീറ്റ് ക്യൂബ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടർ 15 cm ഡയ ആൻഡ് 30 cm ഹൈറ്റുള്ള സിലിണ്ടേഴ്സും സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിക്ചർ നോക്കുക. ഇവിടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് വാല്യൂസ് ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫ്ലെക്സ്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.7 √FCK Newton/mm² ആണ്. ഓക്കെ, 0.7 √FCK Newton/mm² ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ് അല്ലെങ്കിൽ സീക്കൻറ്റ് മോഡുലസ്. ഓക്കെ, ഫ്ലെക്സ്ചറൽ സ്ട്രെങ്ത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മോഡുലസ് ഓഫ് റപ്ചർ. ഓക്കെ, മോഡുലസ് ഓഫ് റപ്ചർ. നെക്സ്റ്റ് വരുന്നതാണ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ സീക്കൻറ്റ് മോഡുലസ്. ഇപ്പോൾ EC നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ EC എത്രയാണ്? 5000 √FCK Newton/mm² ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഓക്കെ, 5000 √FCK Newton/mm² ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? അതായത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ടെൻസൈൽ സ്ട്രെങ്ത്തിനെ കോൺക്രീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അത് പെട്ടെന്നൊരു ഫെയിലിയർ സംഭവിക്കും. അതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ. ഇപ്പോൾ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് പഠിച്ച പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് FE 250, FE 415 ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ. അപ്പോൾ FE 250 ആണ് മൈൽഡ് സ്റ്റീൽ. ഓക്കെ, FE 250 ആണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്.
Fe415 Fe500 ആണ് എന്താണ് HYST സ്റ്റീൽ, അതായത് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിൽ വരുന്നത്. Fe250 മൈൽഡ് സ്റ്റീലും Fe415 Fe500 HYST ബാർസുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡക്റ്റിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡക്റ്റിലിറ്റി ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ കാർബൺ പെർസെൻറ്റേജ്, ഇപ്പോൾ ഈ സ്റ്റീലിലുള്ള കാർബൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റീൻഫോഴ്സ്മെൻറ്റ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡക്റ്റിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഗ്രേഡ് ഓഫ് സ്റ്റീലും അതുപോലെ തന്നെ കാർബൺ പെർസെൻറ്റേജും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റീൻഫോഴ്സ്മെൻറ്റ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡക്റ്റിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതായത് കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിരുന്നു പഠിക്കുക. ഈ ഓരോ എന്താ പറയുക വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എന്തായാലും പഠിക്കുക. അപ്പോൾ RCC ഒക്കെ പഠിക്കാൻ നമുക്ക് കുറച്ച് മടിയായിരിക്കും. സോ ഇത്രയുമെങ്കിലും എന്തായാലും പഠിക്കണം. ഓക്കെ, ഇത്രയെങ്കിലും എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 ക്ലാസ്സസിലായിട്ട് കോൺക്രീറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. പ്രോപ്പർട്ടീസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും അതേപോലെ തന്നെ വാല്യൂസൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഡിസൈൻ മെത്തേഡ്സ്, ലിമിറ്റ് സ്റ്റേറ്റ്, വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റിൽ വരുന്ന ഏതൊക്കെയാണ്, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി, അതുപോലെ തന്നെ അതിൽ വരുന്ന കൊളാപ്സിൽ വരുന്ന ഏതൊക്കെയാണ്, ഫ്ലെക്സ്ചർ, ഷിയർ, ടോർഷൻ, അതുപോലെ തന്നെ കംപ്രഷൻ, സർവീസിബിലിറ്റി വരുന്ന ഡിഫ്ലക്ഷൻ, ക്രാക്കിങ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.